മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് പോലീസുകാരൻ തയ്യാറാക്കിയ അപേക്ഷ കമ്മീഷണർക്ക് നൽകാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം. ഇത്തരമൊരു അപേക്ഷ കമ്മീഷണർക്ക് നൽകിയിട്ടില്ലെന്നാണ് പോലീസുകാരന്റെയും മൊഴി. ദേശാഭിമാനി ലേഖകനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട വീഴ്ചയിൽ 5 പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു. കമ്മീഷണറുടെ ഈ നടപടിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സ്ഥലം മാറ്റ അപേക്ഷ തയ്യാറാക്കിയത് കടുത്ത ചട്ടലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. മട്ടന്നൂർ പോളിടെക്നിക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദേശാഭിമാനി ലേഖകനെ പോലീസ് മർദ്ദിച്ചതായ പരാതിയെ തുടർന്ന് 5 പോലീസുകാർക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. മട്ടന്നൂർ സ്റ്റേഷനിൽ നിന്നും 5 പേരെയും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. ഇതിനെതിരെയാണ് ഒരു പോലീസുകാരൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് നൽകാൻ എന്ന രീതിയിൽ സ്ഥലംമാറ്റ അപേക്ഷ തയ്യാറാക്കിയത്. ഈ ലെറ്റർ കമ്മീഷണർക്ക് അയച്ചിരുന്നില്ല. അതിനു മുമ്പ് വാട്സപ്പിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് ഫേസ്ബുക്കിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു. പോലീസുകാരെ സ്ഥലം മാറ്റിയതിൽ കടുത്ത അതൃപ്തിയെന്നും പോലീസുകാർ കൂട്ടത്തോടെ അവധി അപേക്ഷ നൽകിയെന്നും വാർത്തകളും പരന്നു. ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. ഇതേക്കുറിച്ചാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ദേശാഭിമാനി ഏരിയ ലേഖകൻ ശരത് പുതുക്കുടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 5 പോലീസുകാരെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ സ്ഥലം മാറ്റിയത്. ഇതിൽ അതൃപ്തി പ്രകടിപ്പിക്കും വിധമാണ് പോലീസുകാരൻ കത്ത് തയ്യാറാക്കിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ പിടിച്ചുതള്ളുകയും അസഭ്യം പറയുകയും ചെയ്തവരെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോവുക മാത്രമാണ് ഉണ്ടായതെന്നും ഇക്കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു കത്ത് അപേക്ഷയുടെ രൂപത്തിൽ പോലീസുകാരൻ തയ്യാറാക്കിയത് സേനാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യും വിധമാണ് ഈ കത്ത് തയ്യാറാക്കിയതും എന്നതും ശ്രദ്ധേയം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. പ്രചരിച്ച കത്തിൽ പോലീസുകാരന്റെ പേരും വ്യക്തമാണ്. ഇത്തരമൊരു കത്ത് തയ്യാറാക്കിയെന്ന് തെളിഞ്ഞാൽ പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.